നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. തന്റെ ഈ കണ്ടീഷനിൽ പറയണോ വേണ്ടിയോന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചതാ. പക്ഷേ പറയാതെ നിവർത്തിയില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത മറ്റൊരു മരണം കൂടി സംഭവിക്കും. ശരവണ, കണ്ട കാഴ്ചകളൊക്കെ വേണമെങ്കിൽ നിനക്ക് മറക്കാം. ഇനി അതല്ല, അതൊക്കെ മനസ്സിൽ കൂട്ടി വെച്ച് ഏതെങ്കിലും ഒരാളോട് വാ തുറക്കണമെന്ന് നിനക്ക് തോന്നിയ നീ ആരോടാണോ വാ തുറക്കുന്നത് അവരെയായിരിക്കും ഞാൻ ആദ്യമേ കൊല്ലുന്നേ. അയ്യ, ശരവണ, കൊല്ലുമ്പോൾ ഉള്ളൊരു പെടച്ചിലുണ്ടല്ലോ, ശ്വാസം കിട്ടാതെ കണ്ണ് തുറിച്ച് അത് കാണാനൊരു പ്രത്യേക രസമാടാ. നിന്നെ ഞാൻ കൊല്ലില്ല, പക്ഷെ നിന്നിൽ നിന്നും ഇത് കേൾക്കുന്ന ആൾ ആരാണെങ്കിലും സാർ, അവരെല്ലാം പാവങ്ങളാ സാർ. അവർക്ക് ദ്രോഹം പണ്ണാതില്ല സാർ. അതിപ്പോ ഞാനല്ലല്ലോ ശരവണ തീരുമാനിക്കണ്ടേ, നീയല്ലേ. ഇവിടെ ഇപ്പൊ ആരൊക്കെയാ കൊല്ലേണ്ടത്, ആരെയൊക്കെയാ ജീവിപ്പിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് നീയാ ശരവണ. അമ്മയായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, അതോ പെങ്ങളോ ആയിക്കോട്ടെ, എന്റെ ഈ കയ്യിൽ കിടന്ന് പെടയുന്നൊരു ജീവൻ, അത്രേ ഉള്ളൂ. ഞാൻ കൊല്ലുന്നത് നീ കണ്ടതാണല്ലോ. കൈ വിറച്ചോ എന്റെ, മനസ്സ് തളർന്നോ എന്റെ? ഇല്ല, എനിക്കെതിരെ നിൽക്കുന്ന എല്ലാവരെയും ഞാൻ കൊല്ലും. എന്നെ സംശയിക്കുന്ന എല്ലാവരെയും ഞാൻ കൊല്ലും. നിത്യ, അടുത്തു നിൽക്കുന്നവരെത്ര സംസാരിച്ചാലും തന്റെ സങ്കടം കുറയില്ല. അതിനുള്ള നിയന്ത്രണം താൻ തന്നെ തന്റെ മനസ്സിനെ പഠിപ്പിച്ചേ പറ്റൂ. കുറെ കാലായിട്ട് അച്ഛൻ മരണത്തെക്കുറിച്ച് കൂടെ പറയും. 1-2 തവണ വയ്യാതായപ്പോ അത് കൂടി. അച്ഛന്റെ ആദ്യം എന്നെ കുറിച്ച് മാത്രമായിരുന്നു സാറാ. വർത്തമാനം പറഞ്ഞിരിക്കുമ്പോ എന്റെ കൈ പിടിച്ച് പറയും, കണ്ണടയ്ക്കുമ്പോ മോളെ ഏറ്റവും സന്തോഷത്തിൽ നിൽക്കുന്ന അവസ്ഥ കണ്ടിട്ട് വേണം എനിക്ക് പോവാനെന്ന്. എന്നിട്ട് എന്താ സംഭവിച്ചത്? എന്റെ ജീവിതം തന്നെ ഇല്ലാതായി കണ്ടിട്ടല്ലേ അച്ഛൻ പോയത്. അച്ഛന്റെ ആത്മാവിന് പോലും സമാധാനം കിട്ടുമോ സാറാ? നിത്യ, ഞാനും ചിന്തിച്ചിട്ടുണ്ട്, ഒരു നല്ല അവസ്ഥക്കായി കഴിഞ്ഞിട്ട് അച്ഛനെ നല്ലവണ്ണം നോക്കണം, ഒരുപാട് സന്തോഷിക്കണം എന്നൊക്കെ. ഈ നശിച്ച കല്യാണം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പഠിച്ചൊരു ജോലി വാങ്ങിച്ചേനെ. എന്നിട്ട് എന്റെ അച്ഛനെ നോക്കിയേനെ.
അതിനൊന്നിനും എനിക്ക് പറ്റിയില്ലല്ലോ. വേണ്ടപ്പെട്ടവരൊക്കെ ഓരോരോ സമയത്ത് നമ്മളെ വിട്ടു പോവും. അങ്ങനെ സംഭവിക്കുമ്പോ കുറെ നാളത്തേക്ക് നമ്മൾ ശൂന്യതയിലായി പോവും. പക്ഷേ ബാക്കിയുള്ള ജീവിതം, എന്ത് ബാക്കിയുള്ള ജീവിതം? എന്ത് പ്രതീക്ഷ? ജീവനെ കുറിച്ചോ? അയാൾ തരുന്ന സന്തോഷത്തെ കുറിച്ചോ? സ്വപ്നത്തില് വേണ്ട, ദുസ്വപ്നത്തിലെങ്കിലും അത് പ്രതീക്ഷിക്കാൻ പറ്റുമോ? എനിക്കിപ്പോ സങ്കടം അച്ഛൻ്റെ ഒപ്പം പോവാൻ പറ്റിയില്ലല്ലോ എന്നുള്ളതാ. മരിച്ചു പോകുന്നവരൊക്കെ ഒന്നിച്ചൊരിടത്തുണ്ടാവുമെന്ന് ഒരു സങ്കല്പമുണ്ടല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ എന്റെ അമ്മയും അച്ഛനൊക്കെ അവിടെ ഉണ്ടാവില്ലേ? അവരുടെ അടുത്ത് എത്തായിരുന്നല്ലോ എനിക്ക്. നിത്യ പ്ലീസ്. എന്റെ കരച്ചിലടക്കം കൂട്ടിക്കൊണ്ട് വന്നിട്ട് വലിയ ബാധ്യതയായി സാറയ്ക്കല്ലേ? നീ ഒരു പാവമാണ്, പഞ്ചപാവം. അതുകൊണ്ടാ നിന്നെക്കുറിച്ച് ഓർക്കുമ്പോ വല്ലാത്ത സങ്കടം തോന്നുന്നത്. സുജാത ആന്റി കൂടെയുണ്ട്, ഞങ്ങളൊക്കെ ഉണ്ട്. നിത്യ, തന്റെ ഈ കണ്ടീഷനിൽ പറയണോ വേണ്ടിയോ എന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചതാ. പക്ഷേ പറയാതെ നിവർത്തിയില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത മറ്റൊരു മരണം കൂടി സംഭവിക്കും. എന്താ സാറേ പറയുന്നേ? ജ്യോതിയുടെ കാര്യ. അവളൊരു മോശപ്പെട്ട കണ്ടീഷനിലൂടെ കടന്നു പോകുന്നത്. ഇന്നലെ രാവിലെ ആ വീട്ടിൽ ആരും ഇല്ലായിരുന്നപ്പോ എന്താ സംഭവിച്ചെന്നറിയോ? ഭീഷണിപ്പെടുത്തുന്നത് ആരാണെന്ന് എനിക്ക് മനുവിന് സംശയമുണ്ട്. ആര്? വിഷ്ണു. മനുവിന്റെ കൂടെയുള്ള വിഷ്ണു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.